കോഴിക്കോട് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വാഹനങ്ങൾ കട്ടപ്പുറത്ത്. എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ 5 വാഹനങ്ങളാണ് ഡീസൽ അടിക്കാൻ പണമില്ലാത്തതിനെ തുടർന്ന് 1 മാസമായി കട്ടപ്പുറത്തുള്ളത്. വാഹനങ്ങൾക്ക് ഡീസൽ അടിച്ച വകയിൽ സ്വകാര്യ പമ്പിൽ നൽകാനുള്ളത് 3 മാസത്തെ കുടിശ്ശിക ഇനത്തിൽ 2 ലക്ഷം രൂപയോളമാണ്. ഈ 3 മാസത്തെ കുടിശ്ശിക ഇനത്തിൽ 2 ലക്ഷം രൂപ നൽകാനുണ്ട്. കട്ടപ്പുറത്തിരിക്കുന്ന വാഹനങ്ങൾക്ക് എന്നാണ് ഒരു ശാപമോക്ഷം ഉണ്ടാവുക? ഈ ദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നൊക്കെ പ്രഖ്യാപിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇത്തരം ചില ദാരിദ്ര്യം കൂടി നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനില്ലേ? കോഴിക്കോട് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തെ സംബന്ധിച്ച് പ്രതിസന്ധിയുടെ ഘട്ടമാണ്. എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിൽ ആകെ 9 വാഹനങ്ങളാണ് ഉള്ളത്. ഇതിൽ 5 1 മാസത്തോളമായി കട്ടപ്പുറത്താണ്. അതായത് ഡീസൽ അടിച്ച പണം നൽകാത്തത് കൊണ്ട് ഇനി ഇന്ധനം നൽകാൻ കഴിയില്ല എന്ന് പെട്രോൾ പമ്പുകാർ നിലപാട് സ്വീകരിച്ചു. അതിന് പിന്നാലെയാണ് ഈ 5 വാഹനങ്ങളും ഡീസൽ വാഹനങ്ങളും ഓടിക്കാൻ കഴിയാത്ത വിധം എൻഫോഴ്സ്മെന്റ് വിഭാഗം ചേവായൂർ ഓഫീസിൽ കോമ്പൗണ്ടിൽ പല സ്ഥലങ്ങളിലായി നിർത്തിയിട്ടിരിക്കുന്നത്. 9 വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ 4 EV വാഹനങ്ങളാണ്, ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. ഇതുമാത്രം ഉപയോഗിച്ചാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ റോഡ് പരിശോധന തുടരുന്നത്. അതായത് ഇപ്പോൾ നിരത്തുകളിൽ മുൻപൊക്കെ മോട്ടോർ വാഹന വകുപ്പ് സർക്കാർ നിർദ്ദേശപ്രകാരം പരിശോധനകൾ കൂടുതൽ കർശനമാക്കിയിരുന്നു. അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ ഇപ്പോൾ എവിടെ പോയി? 2 ഇന്റർസെപ്റ്ററാണ്, ബാക്കി 3 മറ്റു വാഹനങ്ങൾ. ഈ വാഹനങ്ങൾ നിരത്തുകളിൽ ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്ന് ആളുകൾക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ ആ വാഹനങ്ങൾ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസ് കോമ്പൗണ്ടിൽ തന്നെ നിർത്തിയിട്ടിട്ടുണ്ട് എന്നതാണ് കൃത്യമായ ഉത്തരം. കോഴിക്കോട് നഗരത്തിലുള്ള ഒരു പമ്പിൽ നിന്നാണ് ഈ വാഹനങ്ങൾക്ക് ഡീസൽ അടിച്ചിരുന്നത്. അങ്ങനെ 3 മാസമായി പണം നൽകിയിട്ടില്ല. 2 ലക്ഷത്തോളം രൂപയാണ് കുടിശ്ശികയായി ഉള്ളത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ കട്ടപ്പുറത്ത് ഓടാതെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ ഒന്നെന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരത്ത് കൂടുതൽ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങൾ വാങ്ങുകയും അതിന്റെ ഫ്ളാഗ് ഓഫ് മന്ത്രി കെ ഗണേഷ് കുമാർ നിർവഹിക്കുകയും ചെയ്തിരുന്നത്. ആദ്യം സംഘാടനത്തിലെ പിഴവ് മൂലം മന്ത്രി വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ആ പരിപാടി റദ്ദാക്കുകയും ചെയ്തു. പിന്നീട് വീണ്ടും പരിപാടി നടത്തിയാണ് ഫ്ളാഗ് ഓഫ് കർമ്മം പൂർത്തിയാക്കിയിരുന്നത്. അങ്ങനെ ജില്ലയിലേക്ക് ഒരു വാഹനം ലഭിച്ചിരുന്നു. ആ പുതിയ വാഹനവും ജില്ലയിലേക്ക് എത്തി എന്ന് മാത്രമേ ഉള്ളൂ.